നമസ്കാരം. ഗാസയിൽ ഹമാസ് തീവ്രവാദികൾ കടന്നു കയറി കൂട്ടക്കൊലയും തട്ടിക്കൊണ്ടുപോകലും ഒക്കെ നടത്തിയത് മുതൽ തന്നെ ഗാസയിലെ കാര്യങ്ങളെക്കുറിച്ച് ഓരോ നിമിഷവും ഉത്കണ്ഠപ്പെട്ടിരുന്ന ഒരു മനസ്സ് ഈ ലോകത്ത് ജീവിച്ചിരുന്നു. അങ്ങേയറ്റം വിശുദ്ധനായ ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു അത്. ഗാസയിൽ തന്നെയുള്ള ഒരു വളരെ ചെറിയ പള്ളിയിലേക്ക് എന്നും ഒരു ഫോൺ സന്ദേശം എത്തുമായിരുന്നു. അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടേതായിരുന്നു. അവിടുത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് അദ്ദേഹം എന്നും അവിടേക്ക് ഫോൺ ചെയ്യുമായിരുന്നത്. ആരോഗ്യമുള്ളിടത്തോളം കാലം തന്നെ അദ്ദേഹം ആ കാര്യം വളരെ കൃത്യമായി തന്നെ ചെയ്തിരുന്നു. ഗാസയിൽ സമാധാനം പുലരണം എന്ന് അദ്ദേഹം എക്കാലത്തും ആഗ്രഹിച്ചിരുന്നു. വളരെ യാദൃച്ഛികമെന്ന് തന്നെ പറയേണ്ടി വരും. മാർപ്പാപ്പയുടെ അവസാനത്തെ ഈസ്റ്റർ ദിന സന്ദേശത്തിലും നിറഞ്ഞു നിന്നത് അതുതന്നെയായിരുന്നു. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം എന്നായിരുന്നു അദ്ദേഹം ഈസ്റ്റർ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് അദ്ദേഹം എന്നും ഏറെ വേദനയോടുകൂടിയാണ് സംസാരിച്ചിരുന്നത്. ഒപ്പം എല്ലാ ബന്ദികളെയും വിട്ടയക്കണമെന്ന് അദ്ദേഹം ഹമാസ് തീവ്രവാദികളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്തൊരു മാനവികതയുടെ വക്താവായിരുന്നു അദ്ദേഹമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എപ്പോഴും അദ്ദേഹം മനുഷ്യ നന്മയ്ക്കായി അല്ലെങ്കിൽ സമാധാനപൂർണ്ണമായ ഒരു ലോകത്തിനായി എക്കാലവും പ്രാർത്ഥിച്ചിരുന്നു, പ്രയത്നിച്ചിരുന്നു. ഗാന്ധിജിയെ അദ്ദേഹം വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. ഗാന്ധിജിയുടെ നാടായ ഇന്ത്യയിലേക്ക് അദ്ദേഹം ഒരിക്കലും വരും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. ഈ വർഷം വത്തിക്കാനിൽ നിരവധി ആത്മീയ ചടങ്ങുകൾ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു പക്ഷേ അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് നമ്മളെല്ലാവരും കരുതിയിരുന്നത്. ഏതായാലും ആ ഒരു കടവും ബാക്കിയാക്കിയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. എന്ന് ലോക സമാധാനത്തിനായി മാർപ്പാപ്പ ഗാസയിലെ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്കൊപ്പം തന്നെ ലോകത്ത് വളർന്നു വരുന്ന ജൂത വിരുദ്ധ നിലപാടുകളെക്കുറിച്ചും തൻ്റെ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ചിരുന്നു. മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് മാസങ്ങളോളം അദ്ദേഹം അവിടെ ചികിത്സയിൽ കഴിയുന്ന പല സന്ദർഭങ്ങളിലും അദ്ദേഹം മരണത്തിൻ്റെ വക്കിൽ എത്തിയതായിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ അദ്ദേഹം ഒരുപക്ഷെ രക്ഷ നേടി എത്തിയത് തൻ്റെ ഈ അവസാനത്തെ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട സന്ദേശം നൽകാനായിരുന്നോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പരിഗണിച്ച് അദ്ദേഹത്തിൻ്റെ സഹായിയാണ് ഈസ്റ്റർ ദിന സന്ദേശം വായിച്ചത്. മാർപ്പാപ്പ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അല്പസമയം വിശ്വാസികൾക്ക് ദർശനം നൽകുകയും ചെയ്തു. ഈ ലോകത്ത് ആരും പട്ടിണി കിടക്കരുതെന്നും ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് എക്കാലത്തും എല്ലാവരും തുണ നൽകണം എന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്. മാനവികതയും മനുഷ്യസ്നേഹവും എല്ലാമായിരുന്നു മാർപ്പാപ്പയുടെ കൈമുതൽ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയാൻ മഹാത്മാഗാന്ധിജിക്ക് ആർജവം ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നും ഉയർന്ന ചിന്തയും ലളിത ജീവിതവും തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. കർദിനാളായിരുന്ന സമയത്തും അദ്ദേഹം അർജൻറ്റീനയിൽ സാധാരണ ട്രാൻസ്പോർട്ട് ബസ്സിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വളരെ ലളിതമായ ഒരു വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. വത്തിക്കാനിലെത്തിയപ്പോഴും ആ ശീലത്തിന് മാറ്റം വന്നില്ല. വത്തിക്കാനിലെ വലിയ കൊട്ടാരത്തെക്കാൾ അവിടെയുള്ള ഒരു ചെറിയ അതിഥി മന്ദിരത്തിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അസുഖബാധിതനായപ്പോഴും ആദ്യം അദ്ദേഹം ആശുപത്രിയിൽ പോകാൻ വിസമ്മതിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം തനിക്ക് തൻ്റെ സമയം അടുത്തു എന്ന് മനസ്സിലായി എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. തന്നെ സംസ്കരിക്കേണ്ടത് എങ്ങനെ എന്നുള്ള കാര്യം പോലും അദ്ദേഹം നേരത്തെ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. സാധാരണ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് മാർപ്പാപ്പമാരെ സംസ്കരിക്കുന്നത് എങ്കിൽ തനിക്ക് ഏറെ പ്രിയപ്പെട്ട റോമിലെ തന്നെ സാന്റാ മരിയ ബസിലിക്കയിലായിരിക്കണം തൻ്റെ അന്ത്യവിശ്രമമെന്ന് അദ്ദേഹം നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. വിദേശ രാജ്യത്ത് എവിടെ പോയാലും അവിടെ പോകുന്നതിന് മുമ്പും മടങ്ങിയതിന് ശേഷവും അവിടെ എത്തി ദീർഘനേരം പ്രാർത്ഥിക്കുക അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. അങ്ങനെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടത്ത് തന്നെ ആയിരിക്കണം തൻ്റെ സംസ്കാരവും നടത്തേണ്ടത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതുപോലെ സാധാരണഗതിയിൽ 3 മരങ്ങൾ കൊണ്ട് നിർമ്മിച്ച വിലപിടിപ്പുള്ള മരങ്ങൾ നിർമ്മിച്ച പേടകങ്ങൾക്കുള്ളിലാണ് മാർപ്പാപ്പമാരുടെ ഭൗതികദേഹം അടക്കി സംസ്കരിക്കാറുള്ളത്. എന്നാൽ തന്നെ സാധാരണ തടിപ്പട്ടിയിൽ സംസ്കരിച്ചാൽ മതി എന്നുപോലും അദ്ദേഹം വളരെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് അദ്ദേഹം ലോകത്തിന് തന്നെ എന്തൊരു മാതൃകയാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഫ്രാൻസിസ് എന്ന പേര് പോലും സ്വീകരിച്ചത് ഇതിലേക്കാണ് സൂചിപ്പിക്കുന്നത്. കത്തോലിക്ക സഭയുടെ 2000-ലധികം വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചത്. നമുക്കറിയാം ഫ്രാൻസിസ് എന്ന പുണ്യാത്മാവ് എത്രത്തോളം ലളിത ജീവിതം നയിച്ചിരുന്ന, സാധാരണക്കാരന് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നുവെന്ന്. ഈ ഒരു പരിശുദ്ധൻ്റെ പേര് തന്നെ സ്വീകരിക്കാൻ മാർപ്പാപ്പ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ജീവിത ശൈലി കൊണ്ടുകൂടി തന്നെ ആയിരിക്കാം. ഏതായാലും ലോകത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം ഏറെ വ്യത്യസ്തനായിരുന്നു എന്ന് പറയുന്ന പതിവ് ശൈലിയല്ല ഇത്. അദ്ദേഹം വ്യത്യസ്തൻ തന്നെയായിരുന്നു. സാധാരണ പലരും വിടവാങ്ങുമ്പോൾ നമ്മൾ പറയാറുണ്ട് അദ്ദേഹം ഏറെ വ്യത്യസ്തമായ ശൈലിയിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ മാർപ്പാപ്പ എല്ലാത്തിനും, ലാളിത്യത്തിനും ഉയർന്ന ചിന്തയ്ക്കും എല്ലാം അദ്ദേഹം
വലിയൊരു മാതൃക തന്നെയായിരുന്നു. അദ്ദേഹം വിട വാങ്ങുന്നത് ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല, ലോക സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും വലിയൊരു കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് എന്നുള്ളത് ഉറപ്പാണ്.